Examiner SLC students. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ടേം എക്സാം 2023 ക്രിസ്മസ് എക്സാം കഴിഞ്ഞ വർഷം നടന്നതിൻ്റെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻസ് മൊത്തം ഈ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. റെഡി? അപ്പോൾ നമുക്ക് ചാപ്റ്റർ മാർക്ക് വെയിറ്റേജ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക്. 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പക്ഷേ ഓപ്ഷൻസ് നോക്കാം. 8 എന്ന ആൻസർ ചെയ്താൽ മതി. 11 മുതൽ 21 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാ? 11 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ പറയും 10 ക്വസ്റ്റ്യൻ അല്ല, 11 ക്വസ്റ്റ്യൻ ഉണ്ട്. 21 - 11 + 1 ഉണ്ട്. അപ്പോൾ എത്രയാ? 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 8 ക്വസ്റ്റ്യൻസ് ആൻസറാണ് 11ൽ നിന്ന്. ഓക്കെ, 3 എണ്ണം നമുക്ക് വിടാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെയായിരിക്കും ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഓക്കെ, ഇതിൽ മലയാളം പേപ്പർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം. സോ ലെറ്റ്സ് ഗോ ബാക്ക്. നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യണ മക്കൾ ഇപ്പോഴും അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറും ഫീസും ആണ് വരുന്നത്. വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മൊത്തം കാര്യം പഠിപ്പിച്ചു തരും. ഇതിൽ സ്റ്റഡി മെറ്റീരിയൽസ് മൊത്തം ഉണ്ടാവും. അതേപോലെ തന്നെ ഫുൾ റിവിഷൻ ബാച്ച് ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ദ ബേസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഇസ് 144. പാദ പരപ്പളവ് തന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് സാധനം അല്ലേ? സാധനം ഇങ്ങനെയാണെന്ന് അറിയാലോ. ഇതിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇയാളാണ്. ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ ബേസ് ഏരിയ ഇസ് ഈക്വൽ ടു a സ്ക്വയർ. ഓക്കെ, എ ആണ്. നിങ്ങൾ ബി ഉപയോഗിക്കുന്നവർ ബി ഉപയോഗിക്കാം, എ ഉപയോഗിക്കുന്നവർക്ക് എ ഉപയോഗിക്കാം. അത് ഇവർ പറയുന്നത് 144 ആണ്. അപ്പം നോക്കിയേ, ഞാനിവിടെ എഴുതാണ് 144 ഇസ് ഈക്വൽ ടു a സ്ക്വയർ. മക്കളെ, 144 ആരുടെ സ്ക്വയറാണ്? 12ൻ്റെ സ്ക്വയർ. അപ്പോൾ എ എന്ന് പറയുമ്പോൾ 12 സെൻറ്റിമീറ്റർ കഴിഞ്ഞു. ഓക്കെ, കാരണം ഇവിടെ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഹൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. അത് എഴുതി വെച്ചോ. എ കിട്ടി, എച്ച് കിട്ടി. എച്ച് എത്രയാണ്? എച്ച് 8 സെൻറ്റിമീറ്റർ. നമുക്ക് വേണ്ട സൈലൻസ് ഏരിയ വേണ്ടിയിട്ട് ഇത് ഇവിടെ എഴുതി നോക്കുക. 8 സെൻറ്റിമീറ്ററാണ് എച്ച്. അതും കിട്ടി. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഞാൻ തന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 എഡ്ജ് ഓഫ് ദ ബേസ്. മക്കളെ, പാദത്തിൻ്റെ ഒരു അറ്റം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു 12 എന്ന്. എ ഈസ് ഈക്വൽ ടു 12 എന്ന് നിങ്ങൾ ഇവിടെയും കൂടി എഴുതി വെക്കുക. ഓക്കെ, പരിപാടി കഴിഞ്ഞല്ലോ. അടുത്തത് വാട്ട് ഈസ് ദ സ്ലാൻറ്റ് ഹൈറ്റ്. മക്കളെ, സ്ലാൻറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇയാളാണ്. ഏത് ചേട്ടനാണ്? ഈ ചേട്ടൻ. ഇതാ ഈ സാധനം എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് എയും എച്ചും അറിയാം, എല്ല് കണ്ടുപിടിക്കണം. എയും എച്ചും അറിയാം, എല്ല് കണ്ടുപിടിക്കണം. ഫോർമുല എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഇതാണ് ഫോർമുല. a/2 വെച്ചിട്ട് ഫോർമുല ഉള്ളൂ കേട്ടോ. a/2 ഹോൾ സ്ക്വയർ പ്ലസ് h സ്ക്വയർ ഇസ് ഈക്വൽ ടു l സ്ക്വയർ. a/2 എന്ന് പറയുമ്പോൾ 12ൻ്റെ പകുതി 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. h തന്നിട്ടുണ്ട്. l സ്ക്വയർ എത്രയാ? 10 വരും. കാരണം 36ഉം 64ഉം കൂടി കൂടിയാൽ 10. 6, 8, 10 എല്ലാവർക്കും അറിയാലോ. അത് l ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. സ്ലാൻഡ് ഹൈറ്റ് കിട്ടി 10 സെൻറ്റിമീറ്റർ. ഞാനിത് മായ്ക്കുകയാണ്, സ്ഥലം കുറവായതുകൊണ്ട്. ഓക്കെ, നിങ്ങളതൊക്കെ അവിടെ തന്നെ വെക്കണം കേട്ടോ. സ്ലാൻഡ് ഹൈറ്റ് കിട്ടി. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ, പാർശ്വമുഖ പരപ്പളവ്. ഓക്കെ, അപ്പോൾ എത്ര വരെ? LSA എന്ന് പറയുമ്പോൾ 2AL. ഓക്കെ, 2AL എത്ര വരെ മക്കളെ? നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് മേലേക്ക് തട്ടിക്കളഞ്ഞാലോ. ഓക്കെ, 2AL എന്ന് പറയുമ്പോൾ 2 × 12 × 12 × 10 ഇത്രേ ഉള്ളൂ. 10 ഇവിടെ ഉണ്ട്, 12 ഇവിടെ ഉണ്ട്. 120 × 2 240 കഴിഞ്ഞു. 240 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ആയതുകൊണ്ട് കഴിഞ്ഞു. അപ്പോൾ എത്ര മാർക്ക് കിട്ടി? 4 മാർക്ക് കിട്ടി. എഴുതേണ്ടത് എന്തൊക്കെയാണ്? എ എഴുതണം, എൽ എഴുതണം, ഇത് എഴുതിയാൽ മതി. കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. ലാറ്ററൽ സർഫസ് ഏരിയ ചോദിച്ചു, പാർശ്വമുഖ പരപ്പളവ് എഴുതി, LSA കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ. റെക്ടാങ്കിളിൻ്റെ സൈഡുകൾ എന്താണ്? ഞാൻ ആവശ്യമില്ലാത്തൊക്കെ ഒന്ന് മായ്ക്കട്ടെ. ഞാൻ ഇതൊക്കെ ഒന്ന് മായ്ക്കുകയാണ്, സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ വർക്കിംഗ് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? റെഡി. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. നോക്കിയേ, ഇൻ ദ ഫിഗർ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ ആർ പാരലൽ ടു x and y ആക്സിസ്. ഓക്കെ, എക്സും വൈ ആക്സിനോട് പാരലാണ്. ദ കോർഡിനേറ്റ്സ് ഓഫ് 1 പെയർ, ഒരു അറ്റങ്ങൾ മൂലം തന്നിട്ടുണ്ട് 2, 3, 5, 7. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് അതർ 2 വെർട്ടീസസ്. 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മക്കളെ. ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞാൽ, എക്സ് നമ്പർ മേലേക്കും താഴേക്കും ആക്കാം, ഒരു മാറ്റം വരാണ്ട്. ഓക്കെ, ആൻഡ് വൈ നമ്പർ സൈഡിലേക്ക് നീക്കാം, ലെഫ്റ്റ് റൈറ്റിലേക്ക് നീക്കാം. ആ റൂള് പ്രകാരം നമുക്ക് ഈ എക്സ് നമ്പർ ആദ്യത്തെ ഇതിൻ്റെ ഈ മേലേക്ക് കൊണ്ടുവരാം. അപ്പം 2 വരും. ഈ എക്സ് നമ്പർ താഴേക്ക് കൊണ്ടുവരാം. മേലേക്കും താഴേക്കും എക്സ് കൊണ്ടുപോകാം. അപ്പോൾ 5 കിട്ടി. ഇനി വൈ നമ്പർ ഈ 7 എന്നുള്ളത് താഴേക്കും മേലേക്കും പറ്റില്ല, ലെഫ്റ്റ് റൈറ്റ് പറ്റുള്ളൂ. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഞാൻ കൊണ്ടുവന്നു, 7 കിട്ടി. അപ്പോൾ 27 അല്ല, 2,7. അതേപോലെ 3 വൈ നമ്പർ റൈറ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്താണ് കിട്ടുക? 5,3. ബി എന്നുള്ളത് 5,3. ഇതെന്താണ്? 2,7 ഡി. അപ്പോൾ അത് രണ്ടും കിട്ടിയല്ലോ. അപ്പോൾ ബിയും ഡിയും കിട്ടി. ഓക്കെ, ഇനി അതല്ല വേറെ ട്രിക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേഗം പറഞ്ഞുതരാം. നിങ്ങൾ എക്സും വൈ ആക്സിസും വരയ്ക്കാം. എക്സും വൈ ആക്സിസ് ചെയ്യുക. ഇതെന്താ മക്കളെ? ആദ്യത്തെ നമ്പർ 2, ഇത് 3. അതേപോലെ സീൻ്റെ എക്സ് നമ്പർ എന്ന് പറയുമ്പോൾ 5 ആൻഡ് ഇതെന്താണ്? 7. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതെന്താ? ഡീൻ്റെ 2,7 വരും. ഓക്കെ, അതാണ് എക്സ്, വൈ. ഓക്കെ, അതേപോലെ ബീൻ്റെ എക്സ്, വൈ എന്ന് പറയുമ്പോൾ 5,3 കഴിഞ്ഞു. 5,3 ഏത് മെത്തേഡ് ഉപയോഗിക്കാം? രണ്ടും ശരിയാണ് കേട്ടോ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AC. മക്കളെ, AC-ൻ്റെ ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? AC എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം സ്ക്വയർ. എക്സിൻ്റെ വ്യത്യാസം എന്താണ്? ഇത് രണ്ടും തമ്മിൽ കേട്ടോ. AC
ഇവിടെ 5 ഉണ്ട് 2 ഉണ്ട്. 5 - 2 ഞാൻ നേരെ ആൻസർ ചെയ്താൽ 5 - 2 എത്രയാ? 3. 3 സ്ക്വയർ പ്ലസ് വൈകൾ തമ്മിലുള്ള വ്യത്യാസം 7 - 3. 7 - 3 എത്ര മക്കളെ? 4 സ്ക്വയർ. 3 സ്ക്വയർ 4 സ്ക്വയർ എനിക്കറിയാം 5 സ്ക്വയർ വരും. √5 സ്ക്വയർ വിച്ച് ഇസ് 5. AC എന്താണ്? എഴുതുമ്പോൾ 5 യൂണിറ്റ്സ് എഴുതാം. 5 യൂണിറ്റോ യൂണിറ്റ്സ് എഴുതാം. സെൻറ്റിമീറ്റർ അല്ല, കിലോമീറ്റർ അല്ല, 1 മീറ്ററും അല്ല. ഓക്കെ, അപ്പോൾ അതും കിട്ടി. AC 5 ആണെന്ന് കിട്ടി. സിമ്പിളായിട്ട് ആൻസർ ചെയ്തു. അടുത്തത് 13th ക്വസ്റ്റ്യൻ. ഓക്കെ, 13th ക്വസ്റ്റ്യൻ ലാഡർ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ, ട്രിഗ്നോമെട്രി ബേസ് ചെയ്തിട്ടാണ്. ലാഡർ ഇസ് ലീൻഡ് അഗേൻസ്റ്റ് ദ വേൾഡ്. ചാരി നിൽക്കുന്നുണ്ട് ഒരു ഭിത്തിയായിട്ട്. നിലത്തുനിന്നാണ് നിലമായിട്ട് 50 ഡിഗ്രി. ഇതാ ഞാൻ വരച്ചുതരാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ലാഡർ ഇതാണ്, ഇവിടെ 50 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഭിത്തി എപ്പോഴും എന്താ? ചുമരായിട്ട് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ 50 ആണ്, ഇവിടെ എത്ര? 40 വരും. എല്ലാവർക്കും അറിയാലോ, ഞാൻ എഴുതുന്നില്ല. ഓക്കെ, ദ ഫുട്ട് ഓഫ് ദ ലാഡർ ഇസ് 4 meters ഫ്രം ദ വോൾ. ഫുട്ട് ഓഫ് ദ ലാഡർ, ഫുട്ട് എന്ന് പറയുമ്പോൾ കാല്, ലാഡറിൻ്റെ കാല് ഭിത്തിയിൽ നിന്ന് 4 മീറ്റർ ആണെന്ന് പറയും. ഇത് 4 മീറ്റർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, മീറ്ററിലാണ് ചോദ്യം, മറക്കരുത്. ദി അതർ എൻഡ് ഓഫ് ദ ലാഡർ, ഈ അറ്റല്ല മറ്റേ അറ്റം, ടച്ചസ് ദ ടോപ്പ് ഓഫ് ദ വാൾ, ഡ്രോ റഫ് ഫിഗർ. ടോപ്പ് ഓഫ് ദ വാൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മേൽഭാഗം അവിടെ എത്തിയെന്ന്. അപ്പോൾ നമുക്ക് വാൾ ഇത്രേ വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതാണ് വാൾ. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. റഫ് ഫിഗർ ഞാൻ വരച്ചു കഴിഞ്ഞു. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ വാൾ. മക്കളെ, ഹൈറ്റ് ഓഫ് വാൾ HEIGHT. റെഡി. H ഇവിടെ കണ്ടുപിടിക്കും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സി, വളരെ സിമ്പിൾ. നമുക്ക് അറിയുന്ന ഒരു മെഷർമെൻറ്റും അറിയാത്തൊരു മെഷർമെൻറ്റും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കണം. മക്കളെ, 50 ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ക്വസ്റ്റിന് tan 50, cos 50, sin 50 ഏത് ഉപയോഗിക്കണം? 15ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്പോസിറ്റും ആരോ തമ്മിലുള്ള ബന്ധം. അപ്പം സൈൻ ആണ് ഉപയോഗിക്കേണ്ടത്. എനിക്കറിയില്ല. സൈൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനേസാണ്. ഹൈപ്പോട്ടിനേസ് എനിക്കറിയില്ല. പക്ഷേ 50 ഓപ്പോസിറ്റും അതേപോലെ അടുത്തുള്ള ആളെ നമുക്കറിയാം. ദാ മക്കളെ, ഓപ്പോസിറ്റും അടുത്തുള്ള ആളും തമ്മിലുള്ള ബന്ധം ആരാ പറഞ്ഞു തരുന്നത്? ഓപ്പോസിറ്റും അടുത്തുള്ള ആൾ. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആരാ? സൈൻ അല്ല, കോസ് അല്ല, ടാൻ ആണ്. അപ്പോൾ ടാൻ എഴുതാം. നമുക്ക് ടാൻ ആണ് വേണ്ടത്. സോ tan 50 ഡിഗ്രി എന്ന് എഴുതുന്നു. 15ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹൈറ്റ് ഡിവൈഡഡ് ബൈ 4, H/4. tan 50 ക്വസ്റ്റ്യനിൽ അന്ന് എന്താണ്? 1.19. ഓക്കെ, അപ്പോൾ 1.19 is equal to H/4. 4 അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലൈ ആവും. അപ്പോൾ എഴുതാൻ പറ്റും 4 × 1.19 is equal to H. മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ എന്താണ് കിട്ടുക? അത് നമുക്ക് ഇവിടെ ചെയ്യാം. 119 × 4. ഓക്കെ, പോയിന്റ് ഞാൻ ഇപ്പോൾ എഴുതുന്നില്ല. 936, 3 ക്യാരി, 147, 144 കഴിഞ്ഞു. 4.76, 2 ഡെസിമൽ പോയിന്റുകളുണ്ട്. 4.76 വരും. അപ്പോൾ ഹൈറ്റ് എത്രയാണ് മക്കളെ? ഹൈറ്റ് ഇസ് ഈക്വൽ ടു 4.76. ഇതിൻ്റെ യൂണിറ്റ് നിങ്ങൾ എഴുതുക, ഞാൻ എഴുതുന്നില്ല. ഓക്കെ, ഇവിടെ എന്താണ് യൂണിറ്റ് എന്ന് നിങ്ങൾ ചാറ്റിൽ കമൻസിൽ കറക്റ്റായിട്ട് ഇടണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഇട്ടാൽ എക്സാമിന് മാർക്ക് വരില്ല, ഞാൻ ഗ്യാരണ്ടി. അല്ലെങ്കിൽ ഒരു മാർക്ക് കൂട്ടും. അപ്പോൾ യൂണിറ്റ് നിങ്ങൾ ഇടണം, ഞാൻ എഴുതുന്നില്ല. അപ്പോൾ നമുക്ക് 11, 12, 13 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് 14 15 മലയാളം ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, 14th ക്വസ്റ്റ്യൻ, ഡ്രോ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm, മാർക്ക് പോയിന്റ് 7 cm അവേ ഫ്രം സെൻറ്റർ, ബ്ലൂ. സിമ്പിൾ സാധനമാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമുക്കൊരു വൈറ്റ് പേജ് എടുക്കാം. നിങ്ങളൊരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഒരു സർക്കിൾ വരയ്ക്കുന്നു, അതിന് സെൻറ്റർ മാർക്ക് ചെയ്യുന്നു. നമ്മളോട് പറഞ്ഞ് 7 cm അവേ. നിങ്ങൾ സ്കെയിൽ എടുക്കുക, ഇവിടെ 7 cm അവേ വരയ്ക്കാം. ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, 7 cm അവേ നിങ്ങൾ വരയ്ക്കുന്നു. ഇനി ഇവിടുന്ന് നിങ്ങളോട് 2 ടാൻജൻ്റ് ആണ് വരയ്ക്കാൻ പറഞ്ഞത്. ഇങ്ങനെ വെറുതെ വരച്ചാൽ മതിയോ? മാർക്ക് കിട്ടൂല. ഇനി വരയ്ക്കേണ്ടത് വളരെ സിമ്പിളാണ്. ഈ പുതിയ വരച്ച ലൈനില്ലേ, ഈ ലൈൻ 7 cm പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. കോമ്പസ് എടുക്കുക, മേലെയും താഴെയും മാർക്ക് ചെയ്യുക. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വരച്ചല്ലോ. ഇതാണ് എൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വിചാരിച്ചോ. ഓക്കെ, ഞാൻ റഫായിട്ട് വരയ്ക്കുന്നത്, നിങ്ങളത് ക്ലിയർ ആയിട്ട് വരയ്ക്കണം. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. അപ്പോൾ നിങ്ങളിവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ നടുഭാഗം. ഓക്കെ, ഇതിൻ്റെ ഈ ലൈനിൻ്റെ നടുപെട്ടി. ഇനി നിങ്ങൾ ഇത്രയും ദൂരമുള്ളൊരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അത് സെൻറ്ററാക്കി വെച്ചിട്ടുള്ള സർക്കിൾ നിങ്ങൾ വരയ്ക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ ഏകദേശം ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഈ സർക്കിളിലൊന്നും നിൽക്കാൻ പറ്റുന്നത് കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇയാളെ നടുക്ക് വെച്ചിട്ട് കോമ്പസ് ഇത്രയും നീളം വെച്ചിട്ട് സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇനി എന്താ ഗുണം? ഈ 2 സർക്കിൾസും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇട്ടില്ല, ഈ പോയിന്റും ഇവിടേക്കാണ് ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ടാൻജൻറ്റ് വരയ്ക്കുക. ആ പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. ടാൻജൻറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് 7 cm അവേ എന്നുള്ള 2 ടാൻജൻറ്റ് കിട്ടി. ഇങ്ങനെയാണ് കറക്റ്റ് മെത്തേഡ്. വേറെ ഒരു മെത്തേഡും കറക്റ്റ് അല്ല. ദിസ് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് ആൻഡ് കറക്റ്റ് മെത്തേഡ്. കിട്ടിയല്ലോ? ദൂരെയുള്ള പോയിന്റ് വരയ്ക്കുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ, 2 സർക്കിൾ വരയ്ക്കുക, കൂട്ടിമുട്ടുന്ന സ്ഥലത്തേക്ക് ടാൻജൻറ്റ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടി. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ദ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ 26. ഓക്കെ, ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്യുമ്പോൾ 26 കിട്ടുന്നു. ഏരിയ 40 തരുന്നു. ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ചോദിക്കുന്നു. മക്കളെ തുടങ്ങാം. ഞാൻ എൻ്റെ റൈറ്റിംഗ് ഇവിടെ തുടങ്ങാം. എവിടെ നമുക്ക് ചെയ്യാൻ സ്ഥലം? ഇവിടെ ചെയ്യാം അല്ലേ. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 × L + B.
ഓക്കെ, തന്നത് എന്താണ് 26 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി. 2 റൈറ്റ് സൈഡിലായതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും കേട്ടോ. അപ്പോൾ എന്താണ് വരിക 26/2 ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ബി. അപ്പോൾ 26/2 എത്ര മക്കളെ? എൽ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 13 ഓക്കെ, 13. നീളം വീതിയും കൂട്ടുമ്പോൾ പകുതി വരും. ഓക്കെ, നീളം വീതിയും കൂട്ടുമ്പോൾ എന്താണ് 13 സെൻറ്റിമീറ്റർ. അത് എഴുതിക്കോ ഫസ്റ്റ് ആൻസർ. ഓക്കെ, ടേക്കിംഗ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ ആസ് എക്സ്, റൈറ്റ് ലെങ്ത് ഇൻ ടേംസ് ഓഫ് എക്സ്. വീതിനെ, നീളത്തിനെ അല്ല, നമ്മൾ പൊതുവേ നീളമാണ് എക്സ് എടുക്കുക, ഒരു വിഷയമല്ല കേട്ടോ, നമുക്കൊരു കുഴപ്പമില്ല. ഇവിടെ നമുക്ക് എൽ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്താണ് 13 എന്നറിയാം. ഇനി ബീനെ ബി എന്നുള്ള ഈ അക്ഷരം ബ്രെഡ്ത്തിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ലെങ്ത് തന്നെ. ഇനി ലെങ്ത് നമുക്ക് എഴുതണം എൽ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 13. എൽ പ്ലസ് ബി അല്ല, എൽ പ്ലസ് എക്സ്. ഇനി എക്സിനെ ഇവിടെ വെച്ചിട്ട് എല്ലിനെ അങ്ങോട്ടേക്ക് കൊണ്ടേ കളയാം. അപ്പം അല്ല സോറി, നമുക്ക് എൽ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്, എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടേ കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൽ ഇസ് ഈക്വൽ ടു 13 മൈനസ് എക്സ്. കഴിഞ്ഞു. ലെങ്ത് എന്ന് പറഞ്ഞാൽ 13 മൈനസ് എക്സാ. എക്സ് എന്ന് പറയുമ്പോൾ ബ്രെഡ്ത്ത് ആണെങ്കിൽ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ, ഈ രണ്ട് പെട്ടി വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. നോക്കിയേ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ നീളം എന്ന് പറയുമ്പോൾ 13 മൈനസ് എക്സ്. ആ സംഭവം മനസ്സിലായല്ലോ? ഓക്കെ, റെഡി. അപ്പോൾ ബ്രെഡ്ത്ത് കിട്ടി. അങ്ങനെയാണ് ലെങ്ത് എന്താണ്? ലെങ്ത് ഇസ് ഈക്വൽ ടു 13 മൈനസ് എക്സ്. ഇതൊക്കെയാണ് അവർക്ക് ആൻസറിലുണ്ട്. ഇനി ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. മക്കളെ, ലെങ്ത് കണ്ടുപിടിച്ചു, ബ്രെഡ്ത്ത് കണ്ടുപിടിച്ചു. ഇനി എവിടെ കൊണ്ട് ഇട്ടിട്ടാണോ നമുക്ക് ആൻസർ കിട്ടാവുന്നത്? വളരെ സിമ്പിൾ. ഏരിയ തന്നിട്ടുണ്ട്. ഓക്കെ, ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പേജിൽ സോൾവ് ചെയ്യാം. ഈ സാധനത്തിന് ഞാൻ കൊണ്ട് ഇവിടെ വെക്കാം. ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ എന്താ തന്നത്? ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി. അറിയാലോ, നീളം വീതിയും മൾട്ടിപ്ലയർ. നീളം എന്ന് പറയുമ്പോൾ എന്താണ് 13 മൈനസ് എക്സ് നമ്മൾ എഴുതി. ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ? 40 ആയിരുന്നു അല്ലേ ഏരിയ എന്നത്? 40 ആണോ 20 ആണോ? 40. ഓക്കെ, 40 ഈസ് ഈക്വൽ ടു 13 ഇൻറ്റു എക്സ് എത്രയാ? 13x മൈനസ് എക്സ് ഇൻറ്റു എക്സ് എത്രയാ? മൈനസ് എക്സ് സ്ക്വയർ. ഇത് കിട്ടി. ഇനി എന്ത് ചെയ്യണം? എനിക്ക് മൈനസ് എക്സ് സ്ക്വയർ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇയാളേക്ക് ഇങ്ങോട്ടേക്ക് കളയുന്നു. മൈനസ് എക്സും മൈനസ് എക്സ് സ്ക്വയറും ഇയാളെ ലെഫ്റ്റ് സൈഡിലേക്ക് കളയുന്നു. 14 ഇങ്ങോട്ടേക്ക് കളയുന്നു. ഓക്കെ, അപ്പോൾ എന്താ എനിക്ക് കിട്ടുക? എക്സ് സ്ക്വയർ മൈനസ് 13x. പ്ലസ് സാധനങ്ങളൊക്കെ എക്സ് സ്ക്വയർ മൈനസ് ആയിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയി, 13x പ്ലസ് ആയിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയി. ഇസ് ഈക്വൽ ടു 40 മൈനസ്, കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്ലസ് മാറി മൈനസ് ആവും. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ മക്കളെ? 7 മണിക്ക് ലൈവ് ഉണ്ട്, മറക്കരുത്. മഹാ മാരത്തോൺ. മാക്സിമം ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഒരു 15,000 ആൾക്കാരെങ്കിലും ഉണ്ടാവണം. മാക്സിമം പവർ ആക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കുക, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യുമ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 13 ഒരു ഈവൻ നമ്പർ അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ -14 ഇങ്ങോട്ടേക്ക് നോക്കുന്നു, ഈ സൈഡിൽ നോക്കാം, +40. ഞാൻ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാൻ പോകുന്നു. നോക്കാം, ഇത് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാൻ പോവുക. ഫോർമുല അറിയാത്തവർ ശ്രദ്ധിച്ചോ. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, ഇവിടെ ബിയും എയും ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ. ബി എന്ന് പറയുമ്പോൾ -13. സോ -13 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 13 സ്ക്വയർ 169. എന്തുകൊണ്ട് ഞാൻ മൈനസ് ഇടുന്നില്ല? കാരണം എന്ത് നമ്പറിൻ്റെ സ്ക്വയറും പ്ലസ് ആണ്. 169 മൈനസ് 4ac, 4 ഇൻറ്റു എ 1 ആണ് ഇൻറ്റു സി, 4 ഇൻറ്റു 40. ഓക്കെ, ഡിവൈഡഡ് ബൈ നമുക്ക് എന്താണ് കിട്ടുക? 2a, 2 ഇൻറ്റു 1. അപ്പോൾ ആൻസർ എന്താ വരിക നമുക്ക് നോക്കാം. 13 പ്ലസ് ഓർ മൈനസ് 169 മൈനസ് 140. ഇത് എത്ര മക്കളെ? 4 ഇൻറ്റു 140 എന്ന് പറയുമ്പോൾ 160. ഓക്കെ, 169 മൈനസ് 160 എന്ന് പറയുമ്പോൾ 9. 9 എന്ന് പറയുമ്പോൾ ആരുടെ റൂട്ടാണ്? റൂട്ട് 9 എന്ന് പറയുമ്പോൾ 3 പ്ലസ് ഓർ മൈനസ് 3 ഡിവൈഡ് ബൈ 2. ആൻസർ എന്താണ് വരിക? ആൻസർ 2 വരും. 13 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2. അതെന്താണ്? 13 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 വരും. ഓക്കെ, അത് ആൻസർ എന്താണ് വരിക ഞാൻ പറഞ്ഞുതരാം. 13 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 16/2 8 വരും. 13 മൈനസ് 3 എന്ന് പറയുമ്പോൾ 10/2 5 വരും. 8ഉം 5 വരും. രണ്ട് ആൻസർ കിട്ടി എക്സിന്, 8ഉം 5ഉം. ഓക്കെ, സി എക്സ് എന്ന് പറയുമ്പോൾ വീതി അത് പോസിറ്റീവാണ്. അപ്പം 5ഉം 8ഉം നടക്കാം. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് ആൻസർ എഴുതാം. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 സെറ്റ് ആൻസർ വരും. ഓക്കെ, 2 സെറ്റ് ആൻസർ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എക്സ് എന്നുള്ളത് നമ്മൾ 8 സെൻറ്റിമീറ്റർ ആക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലെങ്ത്തും ബ്രെഡ്ത്തുള്ള കാര്യം പറഞ്ഞാൽ ബ്രെഡ്ത്ത് 8 സെൻറ്റിമീറ്ററും നീളം എത്രയാണ്? 5 സെൻറ്റിമീറ്ററും വരും. ഓക്കെ, ഈ ഒരു ആൻസർ എഴുതിയാൽ മാർക്ക് കിട്ടും. 8 എന്ന് പറഞ്ഞാൽ എക്സ് ആണെന്ന് അറിയാം. 13 മൈനസ് 8 എന്ന് പറയുമ്പോൾ 5 വന്നു, ലെങ്ത്തും ബ്രെഡ്ത്തും. ഇനി ഇതേ സാധനം എനിക്ക് തിരിച്ചെഴുതാൻ പറ്റും. എക്സ് നമുക്ക് 2 ആൻസർ ഉണ്ട്. 5 സെൻറ്റിമീറ്റർ ആവുകയാണെങ്കിൽ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ വരും, ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ വരും. ഇത് രണ്ടും സെയിം ആണ്. ഒരു റെക്ടാങ്കിൾ ഇങ്ങനെ വെക്കുന്നു സെയിം ആണ്. തിരിച്ചും മറിച്ചും വെച്ചു എന്നുള്ളൂ. റെക്ടാങ്കിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. സോ ദി ആൻസർ കിട്ടി. 2 ആൻസർ ഉണ്ട്. 2 സെറ്റ് എഴുതിയാലും കുഴപ്പമില്ല, ഒരു സെറ്റ് എഴുതിയാലും കുഴപ്പമില്ല. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ.
എ ബി ഈസ് ദ ഡയമീറ്റർ. എ ബി ആണ് ഡയമീറ്റർ, സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഡോട്ട് ഇടാം വെറുതെ രസത്തിന്. ഓക്കെ, പി ക്യു ഇസ് ദ ടാൻജൻറ്റ്. അപ്പോൾ പി ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയില്ല, പി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി. പി എ എന്ന് പറയുമ്പോൾ 12 സെൻറ്റിമീറ്റർ ആണ്, പി ക്യു എന്ന് പറയുമ്പോൾ 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഫൈൻ ദ ലെങ്ത് ഓഫ് പി ബി. ഓക്കെ ഓക്കെ ഓക്കെ, പി എ നമുക്ക് ഡയഗ്രത്തിലെല്ലാം വരച്ച് വെക്കാം. ഇത് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, ഇത് 12 സെൻറ്റിമീറ്റർ. ഓക്കെ, പി ക്യു എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. നമ്മുടെ ഫോർമുല പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി ക്യു സ്ക്വയർ ആട്ടോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം തന്നെ പി ബി കണ്ടുപിടിക്കാനാണ്. പി ബി കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിൻ്റെ റേഡിയസ് കിട്ടും. പക്ഷേ ഇതൊന്നും കാര്യമൊന്നുമില്ല. ഓക്കെ, ഫോർമുലയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. പി എ പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ നമുക്ക് ശീലം, പക്ഷേ ഞാൻ പി ക്യു സ്ക്വയറിന് എഴുതാം കേട്ടോ. പി എ എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു പി ബി തന്നെ ഇസ് ഈക്വൽ ടു പി ക്യു സ്ക്വയർ 36. ഓക്കെ, അപ്പോൾ പി ബി എന്ന് പറയുമ്പോൾ 36/12 വിച്ച് ഇസ് 36/12. പി ബി എന്ന് പറയുമ്പോൾ 3. ഓക്കെ, പി ബി എന്ന് പറയുമ്പോൾ 3 കിട്ടി. ഇത് 3 സെൻറ്റിമീറ്റർ, ഇത്രയും. ഓക്കെ, 3 സെൻറ്റിമീറ്റർ കിട്ടി. അങ്ങനെയാണ് മക്കളെ എ ബി എത്രയാ? 12 മൈനസ് ഇതാ ആൻസർ എഴുതിക്കോ. മൊത്തം 12 ആണ്, അതിൽ 3 പോയാൽ ബാക്കി എത്ര വരിക? 12 മൈനസ് 3 9 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി 9 സെൻറ്റിമീറ്റർ ഇവിടെ 4.5 നമുക്കറിയാമല്ലോ, ഡയമീറ്റർ ആയതുകൊണ്ട്. പി ബിൻ്റെ നീളം എത്രയാണ്? 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ? ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എ ബി, ഇതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ എത്രയാണ്? 9 സെൻറ്റിമീറ്റർ കഴിഞ്ഞു. ഊഹൂ, അപ്പോൾ നമ്മൾ 16 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 3 6 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, ഇനിയുണ്ട് നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ 7:30 മഹാമാരത്തോൺ ലൈവ് മറക്കരുത്. ഇനി അനിൽ സാറിൻ്റെ ക്ലാസ് ഇനിയും കൂടുതൽ കണ്ട് എല്ലാ സബ്ജക്ട്സും അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനറിന് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം, താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട്. ഓക്കെ ഓക്കെ, 6,4 ഇസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ ഡ്രോൺ. ഓക്കെ, വളരെ സിമ്പിൾ. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നത് ജോമെട്രി ആൻഡ് ആൾജിബ്ര പഠിക്കണമെന്ന് ഒരു ആവശ്യമില്ല. നിങ്ങൾ സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഇത് മുട്ട പോലെ ഉണ്ട്, സർക്കിൾ വരച്ചു. ഇത് മുട്ട പോലെ ഉണ്ട്. സോറി, എൻ്റെ സർക്കിൾ ഡ്രോയിങ് അത്ര നല്ലതല്ല. വീണ്ടും മുട്ട. ഇത് സർക്കിളാവും, ഇത് ഉറപ്പാണ്. സർക്കിൾ. ഓക്കെ, സർക്കിൾ ഡ്രോൺ വിത്ത് സെൻറ്റർ 3,0. ഓക്കെ, 3,0 സർക്കിൾ വരച്ചു. 6,4 അതിലൊരു പോയിൻ്റാണ്. ഓക്കെ, ഫൈൻ ദ റേഡിയസ്. മക്കളെ, ഫൈൻ ദ റേഡിയസ് എന്താണ്? റേഡിയസ് എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള ദൂരമല്ലേ? ഡിസ്റ്റൻസ് ഫോർമുല എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ് ഫോർമുല ഇട്ടാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ഡിസ്റ്റൻസ് ഫോർമുല ഇട്ടാൽ r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 - 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 - 0 ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് എന്താണ്? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ത്രൂ അത് എത്രയാണ്? റൂട്ട് ഓഫ് 5 സ്ക്വയർ വിച്ച് ഇസ് റേഡിയസ് എത്രയാണ് മക്കളെ? 5 യൂണിറ്റ്സ്. കഴിഞ്ഞു. ഇതിൽ ഒരു സർക്കിളിനെ പറ്റി പഠിക്കേണ്ട ആവശ്യമില്ല, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. ഓക്കെ, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചല്ലോ. റേഡിയസ് എത്രയാണ്? 5 യൂണിറ്റ്സ്. സെൻറ്റിമീറ്ററിൻ്റെ യൂണിറ്റ്സ്. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് അറ്റ് വിച്ച് ദ സർക്കിൾ കട്ട് ദി എക്സ് ആക്സിസ്. ഓക്കെ, ഇവിടെയും സർക്കിളിനെ പറ്റി പുതിയ സംഭവമൊന്നുമില്ല, സർക്കിളിനെ പറ്റി കുറേ ഒന്നും പഠിക്കാനില്ല. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം y 0 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ കോർഡിനേറ്റ്സിൻ്റെ രീതിയിൽ ആലോചിക്കണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇത് 3,0 അല്ലേ? ഇവിടെ 3,0 കട്ട് ചെയ്യില്ല നിങ്ങൾക്കറിയാം. ഇത് ഞാൻ വേറെ ഡയഗ്രമായിട്ട് നിങ്ങൾക്ക് വരച്ചുതരാം. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ആലോചിച്ച് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, നമ്മുടെ സർക്കിൾ. ഓക്കെ, അതിൻ്റെ സെൻറ്റർ 3,0 അല്ല, അങ്ങനെ പറയുമ്പോൾ എക്സ് ആക്സിസിൽ തന്നെയാണ്. ഓക്കെ ഓക്കെ, ഇത് ഒറിജിൻ, ഇത് എക്സ്, ഇത് വൈ. ഓക്കെ, ഇന്ന് നോക്കി ഇത് 3,0. ഇത് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ വിച്ച് ഇസ് 3,0. ഓക്കെ, നമുക്കറിയാം റേഡിയസ് എത്രയാണ്? റേഡിയസ് ഇത് 5 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞു. കാരണം എന്തോ 6,4 പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിക്കുക. ഇത് സർക്കിളിൽ നിന്നൊന്നും ആലോചിക്കേണ്ട, 5 യൂണിറ്റ്സ് ആണ്. ഞാൻ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് 5 യൂണിറ്റ്സ് പോയാൽ എത്ര വരിക മക്കളെ? 3,0 നിന്ന് 5 യൂണിറ്റ്സ് പോയാൽ ഞാൻ ബിൽഡിംഗ് ഹൈറ്റ് വൈ മാറില്ല, കാരണം എക്സ് ആക്സിസിൽ തന്നെയാണ് പോയിന്റ്. അപ്പോൾ എത്രയാണ്? എന്തോ 0. ഓക്കെ, അപ്പം 3 + 5 എത്രയാണ് മക്കളെ? 8,0 കിട്ടി. അങ്ങോട്ടേക്ക് 5 യൂണിറ്റ്സ് പോയാൽ, ഇങ്ങോട്ടേക്ക് 5 യൂണിറ്റ്സ് പോയാൽ എന്താ സംഭവിക്കുക? എക്സ് ആക്സിന് ഒന്നുകൂടി കട്ടിയില്ലേ? അപ്പോൾ 3 നിന്ന് 5 കുറച്ച്, 3 നിന്ന് 5 കുറച്ച് എത്രയാണ്? 3 - 5 - 2,0. കഴിഞ്ഞു. ഈ 2 പോയിന്റ് കിട്ടി. ഇനി നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യം. ഇതല്ല, നിങ്ങൾക്ക് വലിയ സർക്കിളിൽ ഇക്വേഷൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയാൻ എങ്ങനെ ഫോർമുല വരിക? എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ, ഇവിടെ എയും ബി എന്താ സെൻറ്ററിൻ്റെ പോയിന്റ്സ് കേട്ടോ. എ ബി എന്ന് പറയുമ്പോൾ 3,0. ഓക്കെ, ഇവിടെ എ എന്ന് പറയുമ്പോൾ 3, ബി എന്ന് പറയുമ്പോൾ 0, ആർ എന്ന് പറയുമ്പോൾ 5 റേഡിയസ്. അപ്പോൾ ആൻസർ എന്താ വരിക?
x minus a the whole square പ്ലസ് y minus 0 ഹോൾ സ്ക്വയർ y സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ. ഇതാണ് നമ്മുടെ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ വൃത്തത്തിൻ്റെ സമവാക്യം. ഇനി എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടണം മക്കളെ. എക്സ് ആക്സിസിൻ്റെ പ്രത്യേകത എന്താണ്? എക്സ് ആക്സിസിൽ y 0ആണ്. എന്താണ്? എക്സ് ആക്സിസിൽ y 0ആണ്. അങ്ങനെയാണ് എക്സ് ആക്സിസിലെ പോയിന്റ് കിട്ടും. അപ്പോൾ നമ്മൾ വൈനെ 0 ഇടുമ്പോൾ എന്താണ് കിട്ടുക? എക്സ് മൈനസ് എ അല്ല ഇവിടെ, സോറി, എക്സ് മൈനസ് ത്രീ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, രണ്ട് സൈഡിലും, കാരണം y 0 കേട്ടോ, y എന്നുള്ള സാധനം തന്നെ പോയി, കാരണം എക്സ് ആക്സിസിൽ അറിയണ്ട്. രണ്ട് സൈഡിൽ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 എന്ന് വരുന്നു. രണ്ട് ആൻസർ ചെയ്തോ. എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 5 + 3 8 കിട്ടും. അല്ലെങ്കിൽ എന്താണ് ആൻസർ കിട്ടുക? എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു -5. അപ്പോൾ എക്സ് -5 + 3 എന്ന് പറയുമ്പോൾ -2. അപ്പോൾ നമുക്ക് സെയിം ആൻസർ കിട്ടി. -2 ഉം 8 കിട്ടി. എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്നത് 8,0ലും -2,0ലും. എങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, റെഡി. 17ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ടഫും ഇല്ല. കോർഡിനേറ്റ്സ് പഠിച്ച് ഒന്ന് വരയ്ക്കാൻ അറിയെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 18th ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എ ഡി ഇസ് ദ ഡയമീറ്റർ. എ ഡി എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ വ്യാസം, ഡയമീറ്റർ ആണ്. ഓക്കെ, വിത്ത് സർക്കിൾ സെൻറ്റർ O. സി എന്ന് പറയുന്ന 40 ഡിഗ്രിയാണ്. ആംഗിൾ ഡി കണ്ടുപിടിക്കാം. മക്കളെ, ഇത് സർക്കിൾസ് എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മേജർ ആർക്കിൽ ഒരു കോഡ് ഉണ്ടാക്കുന്ന ഈ ആംഗിളും സെയിം ആണ്. സോ എനിക്ക് പറയാം, ഇവിടെ 40 ഡിഗ്രി ഉണ്ട്, ഇവിടെയും 40 ഡിഗ്രി. അപ്പോൾ ഡി എന്ന് പറയുന്നത് 40 ഡിഗ്രി. ഓക്കെ, ഒരേ കോഡ് മേജർ ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും സെയിം ആണ്. ആംഗിൾ എ ബി ഡി, എയിൽ നിന്ന് ബിയിൽ നിന്ന് ഡിയിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ, ഇതും സർക്കിളിലെ ചോദ്യമാണ്. ഇത് ഡയമീറ്റർ സർക്കിളിൻ്റെ മേലുണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? ഡയമീറ്റർ സർക്കിളിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതിൽ 90 ഡിഗ്രി. ആംഗിൾ എ ബി ഡി 90 ഡിഗ്രി. ഓക്കെ, ഇത് എ ബി ഡി 90 ഡിഗ്രി. ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഇസ് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ഡയമീറ്റർ 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ 3 വരും. ഡയമീറ്റർ 6 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻ ദ ലെങ്ത് ഓഫ് എ ബി. മക്കളെ, എ ബി എന്ന് പറയുമ്പോൾ ഒരു കോർഡിൻ്റെ ലെങ്ത്താണ്. കോർഡിൻ്റെ ലെങ്ത് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന ഫോർമുല L = 2r sin c/2 അല്ലെങ്കിൽ 2r sin L = 2r sin x. എക്സ് എന്ന് പറയുമ്പോൾ മേജർ ആർക്കിൽ ആംഗിൾ കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, L ആണ് കണ്ടുപിടിക്കേണ്ട എ ബി. ഓക്കെ, ആർ എന്ന് പറയുമ്പോൾ എന്തറിയാം? ആർ എന്ന് പറയുമ്പോൾ നമുക്ക് റേഡിയസ് അല്ല, ഇവിടെ ഡയമീറ്റർ ആണ്. മക്കളെ, 2r ആണ് ഉപയോഗിക്കേണ്ടത്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2r ആണ്, നിങ്ങൾക്ക് അറിയാലോ. ഡയമീറ്റർ 6 സെൻറ്റിമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2r ആണെന്ന് അറിയാലോ, 2 തവണ റേഡിയസ്. അപ്പോൾ അത് മാറ്റണ്ട. അപ്പോൾ നമുക്ക് ഈ ഫോർമുലയിൽ ഇടുമ്പോൾ L = 6 ആണ് 2r sin x. മക്കളെ, ഈ കോഡിൻ്റെ ലെങ്ത് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഈ കോഡ് മേജർ ആർക്കിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്താണ്? 40 ഡിഗ്രി. അപ്പോൾ നമ്മൾ sin 40 ഡിഗ്രി ഉപയോഗിക്കണം. ഓക്കെ, അല്ലെങ്കിൽ സെൻറ്ററിൻ്റെ പകുതി അത് തന്നെ വരും കേട്ടോ. അപ്പോൾ 6 × sin 40 എന്ന് പറയുമ്പോൾ 0.64. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 6 × 64 എത്രയാണ് മക്കളെ? 64 × 6. അപ്പോൾ എത്ര വരെ? 6 × 4 24. 2 ക്യാരി 6 × 6 36. 384. ആൻസർ എത്രയാണ്? 384. ഓക്കെ, 384 ആൻസർ കിട്ടി. പക്ഷേ ഇവിടെ 2 ഡെസിമൽ ഉണ്ട്, ഇവിടെ 2 എണ്ണമാണ്. അപ്പോൾ 3.84 സെൻറ്റിമീറ്റർ കഴിഞ്ഞു. ഓക്കെ, ഇത്രയുള്ള ആൻസർ. എ ബിൻ്റെ ലെങ്ത്ത് 2r എന്ന് പറയുമ്പോൾ 6 × sin 40 മേജർ ആർക്കിലെ ആംഗിൾ. സോ 3.84 സെൻറ്റിമീറ്റർ ആണ് ആൻസർ വരിക. കിട്ടിയല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അത് കിട്ടി, 4 മാർക്ക് അവിടെ കിട്ടി. ഇൻ ദ ഫിഗർ O ഇസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. O ആണ് സർക്കിളിൻ്റെ സെൻറ്റർ. POQ ഈ ആംഗിൾ 130 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നത്. വളരെ സിമ്പിൾ. ടാൻജൻസ് എക്സ്റ്റേണൽ പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിളും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളും തമ്മിൽ എന്താ? സപ്ലിമെൻ്ററി ബന്ധമാണ്. ഇവിടെ 130 ആണ്, 180 - 130 50 ഡിഗ്രി വരും. അങ്ങനെയാണ് നിങ്ങൾക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ എല്ലാവരും ഇപ്പം തന്നെ കമൻസിൽ ആൻസർ ചെയ്യാം. ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ ഇത് ഇത്രയാണെന്ന് നിങ്ങളെല്ലാവരും കമൻസിൽ ഇടുക. ആംഗിൾ സി കമൻറ്റ് ചെയ്യണം, ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, റെഡി. ഇനി ഡ്രോ ഇത് വരയ്ക്കാൻ വരും. ഓക്കെ, ഡ്രോ 2.5 സെൻറ്റിമീറ്റർ സർക്കിൾ, ഡ്രോ ട്രയാങ്കിൾ ഓഫ് 50-60 ഡിഗ്രി. ഞാൻ വേഗം പറഞ്ഞത് എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ ചെയ്യാമെന്ന്. ഓക്കെ, ആദ്യം പറഞ്ഞാൽ 2.5 സെൻറ്റിമീറ്റർ സർക്കിൾ വരയ്ക്കാൻ. ഓക്കെ, സർക്കിൾ വരയ്ക്കാൻ ആർക്കൊരു പണിയില്ലല്ലോ. കോമ്പസ് എടുക്കുക, 2.5 സെൻറ്റിമീറ്റർ സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഞാനത് വരച്ച് തരാം. 2.5 സെൻറ്റിമീറ്ററിൻ്റെ സർക്കിൾ. ഓക്കെ, ഞാൻ ശ്രദ്ധിക്കേണ്ടത് ബെൻസ് ലോഗോ വരയ്ക്കാം. ഓക്കെ, നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു സാധനം. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഡയഗ്രമാണ്. പുറമെ ഇൻസർക്കിൾ, അന്തർവൃത്താണ് വേണ്ട, പുറമെ ട്രയാങ്കിൾ. ഇവിടെ 50 വരണം, നമ്മൾ എന്ത് ചെയ്യും? നടുക്കിൽ 130 വരും. ഇവിടെ 60 വരണം, ഇവിടെ എന്ത് ചെയ്യും? 120 ചെയ്യും. അപ്പോൾ 50 60 അല്ല എഴുതേണ്ടത്, അതിന് ഡബിളും അല്ല. 50 ഡിഗ്രിക്ക് വേണ്ടി നമ്മൾ നടുക്കിൽ 130 ഡിഗ്രി സപ്ലിമെൻ്ററി ആംഗിളും 60 ഡിഗ്രിക്ക് 120 ഡിഗ്രി വേണം. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ സാധനം എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇത് എക്സ്റ്റെൻഡ് ചെയ്തു.
പ്രൊട്രാക്ടർ വെച്ചിട്ട് പ്രൊട്രാക്ടർ വെക്കുക 130 ഡിഗ്രി എടുക്കുക. ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് 130 ഡിഗ്രി. ഓക്കെ, നിങ്ങൾ 130 ഡിഗ്രി എടുക്കുന്നു. വളയരുത്, നേരെ ഉള്ളത്. ഓക്കെ, നേരെയുള്ള 130 ഡിഗ്രി എടുത്തു. പിന്നെന്താണ് അടുത്തത്? 120 ഡിഗ്രി എടുത്തു. അതാണ് 120 ഡിഗ്രി. ഓക്കെ, ഇപ്പം എന്ത് കിട്ടി? ഒരു ബെൻസ് ലോഗോ കിട്ടിയില്ലേ? മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോ 3 സാധനം കിട്ടി. ഇനി എന്തുകൊണ്ടാണ് നീട്ടി വരച്ചത്? കാരണം ഇവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കണം, ഇവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കണം, ഇവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കണം. ടാൻജൻറ്റ് വരയ്ക്കണം എന്താണ് ചെയ്യേണ്ടത്? കോമ്പസ് ഇവിടെ വെക്കുക. ഓക്കെ, ഒരു സെമി സർക്കിൾ വരയ്ക്കുക. കോമ്പസ് ഇവിടെ വരയ്ക്കുക, ഒരു സെമി സർക്കിൾ വരയ്ക്കുക. സെമി സർക്കിൾ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇനി ഈ സാധനത്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമഭാജി വരയ്ക്കുക. കോമ്പസ് ഇവിടെ വെച്ചിട്ട് മോർ ദാൻ ഹാഫ് എടുക്കുക, മേലെ താഴെ കട്ട് ചെയ്യുക. കോമ്പസ് ഇവിടെ വെച്ചിട്ട് മോർ ദാൻ ഹാഫ് എടുക്കുക, മേലെ താഴെ കട്ട് ചെയ്യുക. ഇത് ജോയിൻ ചെയ്താൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. അതാണ് ടാൻജൻറ്റ്. ഓക്കെ, ഞാൻ ഇവിടുത്തെ ടാൻജൻറ്റ് വരയ്ക്കാം. എല്ലാം ഒരു പിങ്ക് കളർ എടുക്കാം. ഓക്കെ, ഇവിടുത്തെ ടാൻജൻറ്റ് എനിക്ക് അങ്ങനെ കിട്ടി. അതേപോലെ ഓരോ സൈഡിലെ ടാൻജൻറ്റും കിട്ടണം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ടാൻജൻറ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ടാൻജൻറ്റ് ഞാൻ പറഞ്ഞ മെത്തേഡിൽ തന്നെ വരയ്ക്കണേ. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ടാൻജൻറ്റ്. ഓക്കെ, 3 തൊടുവരകൾ കിട്ടി, പക്ഷേ ട്രയാങ്കിൾ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെന്ത് ടച്ച് ചെയ്തു, ഇവിടെ നിങ്ങൾ കൂട്ടിമുട്ടിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചോ. ഓക്കെ, ഈ സാധനം ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അതേപോലെ തന്നെ ഇതും എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഇത്രേ ഉള്ളൂ. ഓക്കെ, എൻ്റെ ഈ പേജിൽ വരച്ചിട്ട് എത്തുന്നില്ല, എത്തി. ഓക്കെ, ഇങ്ങനെയാണ് വരയ്ക്കുക. ഇൻ സർക്കിൾ വരയ്ക്കാൻ സിമ്പിളാണ്. സർക്കിൾ ആദ്യം വരയ്ക്കുക, പിന്നെ സപ്ലിമെൻ്ററി ആംഗിളാണ് വരയ്ക്കേണ്ടത്, ഡബിൾ ആംഗിൾ അല്ല. ഓക്കെ, ഈ സംഭവം കിട്ടിയല്ലോ. ഇതാ കഴിഞ്ഞ്. ഈ 19ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് എനിക്കൊന്ന് 2 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ അല്ലേ? 2 ക്വസ്റ്റ്യനോടെ വേഗം തീർക്കാം. 4 മാർക്ക്. മക്കളെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എക്സാം എഴുതുന്ന പോലെ തന്നെ ആൻസറും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി എക്സാം എഴുതുകയാണ്. സോ അതായത് നിങ്ങൾക്ക് എല്ലാ ആൻസറും കിട്ടും, എല്ലാ ടെക്കും കിട്ടും. ആൻഡ് മഹാമാരത്തോണിന് വേഴാൻ മറക്കരുത്. 7:30 എല്ലാ ദിവസവും ഉണ്ടാവും, എല്ലാ സബ്ജക്ട്സും ഉണ്ടാവും. ഓക്കെ, ഇവിടെ നോക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇൻ ദ ഫിഗർ OAP ഈസ് ഇൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണമാണ്. OA 6 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇത് 6, ഇത് 6, ഇത് 6. ഓക്കെ, എല്ലാവരുടെയും ഇടയ്ക്ക് 60 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് ഇത് 60 ഡിഗ്രി. ഞാൻ തൽക്കാലം എഴുതുന്നില്ല. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് OA എത്രയാണ് മക്കളെ? Oയിൽ നിന്ന് Aയിലേക്ക് 6 യൂണിറ്റ്സ് എക്സ് ഡയറക്ഷനിൽ പോകുകയാണെങ്കിൽ നമുക്ക് കിട്ടും 6,0. ഓക്കെ, എന്താണ് 6,0. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് P ഫ്രം എക്സ് ആക്സിസ്. ഇവിടുന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മക്കളെ ഇങ്ങനെയുള്ള ലംബകം. ഓക്കെ, ഇതെത്രയാണ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ. 90 ഡിഗ്രി ഞാൻ വരച്ചു. 90 ഡിഗ്രി വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പൈത്തഗോറസ് തിയറം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി ഉപയോഗിക്കാം. ഇവിടെ നോക്കിയാൽ ഇവിടെ 6, ഇവിടെ 90. ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നു 60. ഇവിടെ എത്ര വരെ? 30. ഓക്കെ, ഇത് 30. അപ്പോൾ 30, 60, 90 വെച്ചിട്ട് നമുക്കറിയാം. ഞാനിവിടെ വെറുതെ എഴുതരാം. 30, 60, 90 എന്ന് പറയുമ്പോൾ 1√3, 2. 90ക്ക് ഓപ്പോസിറ്റ് 6 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എന്താ? 90യും 30യും തമ്മിലുള്ള ബന്ധം ഇത്രേ ഉള്ളൂ. 90ക്ക് ഓപ്പോസിറ്റ് എന്താണ്? അതിൻ്റെ പകുതിയാണ് 30ൻ്റെ ഓപ്പോസിറ്റ്. സോ ഇവിടെ 6 ആണെങ്കിൽ അതിൻ്റെ പകുതി എത്രയാണ്? 6/2, 3. അപ്പോൾ ഇവിടെ 3, ഇത് 3 ആണ്. അങ്ങനെയാണ് 60ക്ക് ഓപ്പോസിറ്റ് എന്താണ്? ഈ ഹൈറ്റ്. 60ക്ക് ഓപ്പോസിറ്റ് ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ √3, 1 √3. അതേപോലെ 3 √3, 3√3 കഴിഞ്ഞു. ഇത് 3√3 കഴിഞ്ഞു. സിമ്പിൾ കാര്യം. 3√3 ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ 3, ഇത് 3√3. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ് ടു P എത്രയാണ്? 3 യൂണിറ്റ്സ്. ഇനി റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് P. Pൻ്റെ സൂചക സംഖ്യ എന്താ? നമ്മൾ എത്ര എക്സ് ഡയറക്ഷനിൽ വന്ന മക്കളെ? 3 യൂണിറ്റ്സ് വന്നു. ലിഫ്റ്റ് കയറി എത്ര പേര്? 3√3 എഴുതി. അപ്പോൾ ആൻസർ എഴുതാൻ പറ്റും 3,3√3. ഇത്ര എഴുതി ആൻസർ കഴിഞ്ഞു. 4 മാർക്ക് കിട്ടി. ഇനി നമ്മുടെ ലാസ്റ്റ് 4 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും കൂടി കിട്ടിയ സെറ്റായി. ഓക്കെ, ഇന്ന് ട്രയാങ്കിൾ ABC ഇവിടെ തന്നിരിക്കുന്നത് AC 8 സെൻറ്റിമീറ്റർ, ആംഗിൾ B 50, ഇവിടെ 80. ഇനി നിങ്ങളോട് ചോദിക്കുന്ന ആംഗിൾ A കണ്ടുപിടിക്കാൻ. മക്കളെ ആംഗിൾ എല്ലാവരും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. ഇവിടെ 80യും ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ 130. അപ്പോൾ എത്രയാ? 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി. 180ൽ നിന്ന് 130 കുറച്ച് എത്ര എഴുതുക? 50 ഡിഗ്രി. ഇതെത്ര? 50 ഡിഗ്രി. മക്കളെ 2 ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആയ 2 സൈഡും ഈക്വലാണ്. ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോൾ ഇയാൾ ഈക്വൽ ആണെങ്കിൽ ഇയാൾ ഈക്വൽ. അപ്പോൾ ഇത് 8 സെൻറ്റിമീറ്റർ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ സിമ്പിൾ ചോദ്യം വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാനൊന്നും പാടില്ല. ഇത് 50 ഡിഗ്രി ഐസോസിലസ് ട്രയാങ്കിളാണ്. BCനെ നീളം നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് BC. ഇത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം 8 സെൻറ്റിമീറ്റർ. 8 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു. ഓക്കെ,
മക്കളെ ഹാഫ് ബി എച്ച് ചെയ്യാം. ഓക്കെ, ഹാഫ് ബി എച്ച് ചെയ്യാം. ബേസ് വേണം ഇതെടുക്കാം, ബേസ് വേണം ഇതെടുക്കാം. നമുക്ക് അറിയുന്ന ഒരു ബേസ്. ഹൈറ്റ് ഏതെടുക്കേണ്ടത്? ഹൈറ്റ് ഇവിടെ നിന്ന് എടുക്കണോ? നമുക്ക് ഇത് ബേസ് ആയിട്ട് അറിയില്ല, അത് എടുക്കരുത്. ബേസ് ഇതായിട്ട് എടുത്താൽ നമുക്ക് ഇങ്ങനെ എടുക്കാം ഹൈറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം ഹൈറ്റ്, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കെന്താ, ഞാൻ ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ ഹൈറ്റ് വരച്ചു. ഓക്കെ, ഇതാണ് എൻ്റെ ഹൈറ്റ്. റെഡി, സംഭവം കിട്ടി. ഞാനവിടെ 90 ഡിഗ്രി എന്ന് വരച്ചു. ഈ ലെങ്ത് ഒന്നും എനിക്കറിയില്ല കേട്ടോ, ഈ ലെങ്ത് എത്രയാണെന്ന് എനിക്കറിയില്ല. ഇനി 80 ഡിഗ്രി ആണോ ഈ ഡിഗ്രി ആണോ ഉപയോഗിക്കേണ്ടത്? ക്വസ്റ്റ്യനിൽ സൈൻ കോസ് ടാൻ 80 തന്നത്, അപ്പോൾ നമ്മൾ 80 ഡിഗ്രി ഉപയോഗിക്കണം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഈ സാധനം അല്ലേ, 80ൻ്റെ ഓപ്പോസിറ്റ് ആയ സാധനം. ഈ ഹൈറ്റിനെ നമ്മൾ 80ൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, 80ൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് അറിയുന്ന ആളാരാണ്? 90ക്ക് ഓപ്പോസിറ്റ്, അതാണ് ഹൈപ്പോട്ടനസ്. അപ്പോൾ നമുക്ക് 80ൻ്റെ ഓപ്പോസിറ്റും ഹൈപ്പോട്ടനസും തമ്മിലുള്ള ബന്ധം, എതിർവർഷവും കർണവും തമ്മിലുള്ള ബന്ധം സൈൻ തരും. ഓക്കെ, അപ്പം സൈൻ 80 ഉപയോഗിക്കണം, കോസും ടാനും അല്ല കേട്ടോ, സൈൻ 80 ഉപയോഗിക്കാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 80ൻ്റെ ഓപ്പോസിറ്റ് ഹൈറ്റ് ഡിവൈഡഡ് ബൈ കർണം, അതാണ് ഹൈപ്പോട്ടനസ് 8. സൈൻ 80 ക്വസ്റ്റ്യൻ ആണ് 0.98. 0.98 ഈസ് ഈക്വൽ ടു h/8. 8 അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആകുമ്പോൾ 8 ഇൻറ്റു 0.98 എന്ന് പറയുമ്പോൾ ഹൈറ്റ് കിട്ടി. എത്രയാണ് വരും മക്കൾ? 98 ഇൻറ്റു 8 എത്രയാ? 64. 6 ക്യാരീസ് 9 ഇൻറ്റു 8 72. 78 7.84 കിട്ടും. ഓക്കെ, എന്താണ്? 7.84 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്. 7.84 കഴിഞ്ഞിട്ടില്ല ക്വസ്റ്റ്യൻ, കാരണം ഹൈറ്റ് കണ്ടുപിടിച്ചു, ബേസ് ഉണ്ട്. ഇനി ഇതാ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഫൈൻഡ് ദ ഏരിയ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഏരിയ എത്രയാണെന്ന്. ഫോർമുല മറക്കരുത്, ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ബേസ് 8 ഹൈറ്റ് ഇതാണ്, ഹാഫും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കഴിഞ്ഞു. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ മറക്കരുത്. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മൾ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. 4 മാർക്കും കഴിഞ്ഞു, അതോടെ ഈ പേപ്പർ ഏകദേശം കഴിഞ്ഞു. 5 മാർക്കിൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർത്തു. മക്കളെ ക്രിസ്മസ് എക്സാം നമുക്ക് തകർക്കണം. മാത്സിൻ്റെ ഫുൾ സപ്പോർട്ട് ആൻസർ തരുന്നതായിരിക്കും. ബാക്കി എല്ലാ സബ്ജക്റ്റും ഈ ചാനലിലുണ്ടാവും, മറക്കരുത്. ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യണേ. ഈ സ്ട്രിപ്പിലുള്ള നമ്പറിലേക്ക് വിളിക്കാം.